നല്ല അടിപൊളി വാട്ടർഫോൾസ് പിന്നെ റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. ഈ റോഡ് നേരെ ഇരമേലും ലെഫ്റ്റ് വട്ടമേടുമാണ്. ഈ റോഡ് നമ്മൾ നേരെ ഈ പാലം ക്രോസ് ചെയ്ത് ചെന്നെത്തുന്ന എവിടെയാണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കുറേ പേർക്കെല്ലാം കോതമംഗലം കഴിഞ്ഞ് ഈ റോഡ് പോകുമ്പോൾ ഈ കാഴ്ച കണ്ടിട്ടുണ്ടാവും. ഈ കാണുന്ന റൈറ്റ് കാണുന്ന ഈ ഒരു ഡാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭൂതത്താൻകെട്ട് ഡാം. ഈ പാലത്തിൽ കൂടെ നമ്മൾ പോകുമ്പോൾ അതിമനോഹരമായി ഡാമും ഈ ഡാമിൻ്റെ സൈഡിലുള്ള ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ അരുവിയല്ല ഒരു പുഴയാണ്. ആ പുഴയൊക്കെ കണ്ട് നമുക്ക് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള വഴിയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഷട്ടേഴ്സൊക്കെ ഉള്ള സ്പിൽവേ കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വെള്ളം കുത്തി ഒഴുകി വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഡാമിൻ്റെ അപ്പുറത്ത് ഷട്ടേഴ്സിൻ്റെ അപ്പുറത്ത് ഒത്തിരി വെള്ളം കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് മഴയിലുള്ള ആ വെള്ളമാണെന്നാണ് തോന്നുന്നത്. എന്നാലും കാണാൻ നല്ലൊരു കാഴ്ചയാണ് ഈ വഴി പോകുമ്പോൾ. അപ്പോൾ ഈ വഴി പോകുന്നവർ എന്തായാലും വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തി കാണാൻ. ഒരിക്കലും പാലത്തിൻ്റെ മുകളിൽ വണ്ടി നിർത്തരുത്. കുറച്ചങ്ങ് മാറിയിട്ട് വണ്ടി നിർത്തിയിട്ട് നമുക്ക് നടക്കാനുള്ള ഒരു വാക്ക് വേ ഒക്കെ ഈ സൈഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇന്ന് നമ്മുടെ യാത്ര വടാട്ടുപാറയിലേക്കാണ്. പ്രകൃതി രമണീയമായ വടാട്ടുപാറയിലേക്ക് പോകാൻ കോതമംഗലത്ത് നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കോതമംഗലത്ത് നിന്നും 15 കിലോമീറ്റർ മാത്രം മാറിയാണ് വടാട്ടുപാറ എന്ന ഗ്രാമപഞ്ചായത്തുള്ളത്. വളരെ പ്രകൃതി രമണീയമായ ഒരു റൈഡാണ് നമുക്ക് സമ്മാനിക്കുന്നത് വടാട്ടുപാറയിലേക്ക്. ഈ കാണുന്ന കുരിശുപള്ളിയിൽ നിന്നും നേരെ ലെഫ്റ്റാണ് നമ്മൾ വടാട്ടുപാറയിലേക്ക് പോകാൻ എടുക്കുന്നത്. ഭൂതത്താൻകെട്ടെല്ലാം കഴിഞ്ഞാണ് നമ്മൾ വടാട്ടുപാറയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരേ ഒരു റോഡുള്ളത്. ഈ ഒരു റോഡ് അല്പം മുന്നോട്ട് എന്ന് കഴിയുമ്പോൾ ഫുള്ളൊരു കാടിൻ്റെ പ്രതിനിധിയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എങ്ങോട്ട് ഓഫ് റോഡ് ഒരാന വന്ന് എന്ത് ചെയ്യും അല്ലേ? നമ്മൾ ഓഫ് റോഡ് കയറിയിരിക്കുന്നതാണ്. അത് പോകാൻ പറ്റും, പക്ഷെ എന്താ കണ്ടീഷൻ സോ അപ്പോൾ നമ്മൾ വടാട്ടുപാറയിലുള്ള വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. വടാട്ടുപാറ വരാണെങ്കിൽ അടിപൊളി സ്ഥലമാണ്, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി വാട്ടർഫോൾസും പിന്നെ റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് വടാട്ടുപാറയുടെ അടുത്ത കാഴ്ചയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. സോ നമ്മൾ റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി നേരെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിൽ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ വടാട്ടുപാറയുടെ ദൃശ്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വടാട്ടുപാറ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലമുണ്ടോ, ഒന്നും പറയാനല്ല. നമ്മുടെ ഈ കാണുന്ന ഇത് കണ്ടോ, ഈ ഒരു സ്ട്രീമിൽ നിന്ന് വരുന്ന ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴെ ഇറങ്ങി കഴിഞ്ഞാൽ കുളിക്കാട്ടോ.
പക്ഷെ കുറച്ച് റിസ്ക്കാണ്. പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. കാരണം ഇവിടേക്ക് പോകാനുള്ള വഴികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ബാക്ക് സൈഡ് കണ്ടോ, ഇങ്ങനെ കയറി നമ്മൾ അതുവഴിയൊക്കെ നേരെ പോയി താഴേക്ക് ഇറങ്ങി. അപ്പോൾ അത് കുറച്ച് റിസ്ക്കാണ്. കാരണം വേണ്ടോ കണ്ടോ, താഴെ കണ്ടോ തെന്നി കിടക്കും, അതാണ് പ്രശ്നം. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുളിക്കാൻ ഒക്കെ അടിപൊളിയാണ്, സെറ്റപ്പ് സ്ഥലമാണ്. തെന്നി കിടക്കാൻ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും വഴക്കലുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ അടിപൊളി സ്ഥലമാണ്, എല്ലാവരും വരാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.